ശിവകുമാർ. രാഷ്ട്രീയമായി നിങ്ങൾ എതിർപക്ഷത്ത് നിന്ന ആളുകളാണ്. പക്ഷേ നിയമ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇപ്പോൾ ആന്റണി രാജുവുമായി ബന്ധപ്പെട്ട കേസ് എത്രയോ കാലമായി 3 പതിറ്റാണ്ടായി കേരളമാകെ ചർച്ച ചെയ്യപ്പെടുന്നത്. എങ്ങനെ ഇത്ര കാലം നീണ്ടുപോയി? ഇപ്പോൾ കുറ്റക്കാരനെങ്കിൽ കുറ്റക്കാരൻ, അതല്ല കുറ്റക്കാരനല്ലെങ്കിൽ കുറ്റക്കാരനല്ല എന്ന വിധി കോടതിയിൽ നിന്നുണ്ടാകേണ്ട നിയമ നടപടിക്രമത്തിന്റെ കാലമാകെ കഴിഞ്ഞുപോയി. എങ്ങനെയാണ് ഈ കേസ് ഇങ്ങനെ നീണ്ടുപോയത്? വിധി പ്രസ്താവം ഉണ്ടാകുമ്പോൾ അങ്ങയുടെ പ്രതികരണം എന്താണ്? ഇത് യഥാർത്ഥത്തിൽ ഈ കേസിനെ മനഃപൂർവ്വം നീട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അത് ഗവൺമെന്റും അതുപോലെ തന്നെ വ്യക്തിപരമായി ആന്റണി രാജുവും അതിലേക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയത് കൊണ്ടാണ് ഇത്രയും നീണ്ട ഒരു കാലമുണ്ടായത് കേസിന് വിധി വരുന്നത്. ഇതെല്ലാവർക്കും അറിയാമായിരുന്നു. കോടതിയിൽ തന്നെ പറ്റിച്ചിട്ട് കോടതിയെ കബളിപ്പിച്ചിട്ട് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ശിക്ഷിക്കപ്പെടുമെന്നുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പൊ കാലം എത്ര കഴിഞ്ഞാലും സത്യം വിജയിക്കുക തന്നെ ചെയ്യും. സത്യം മറനീക്കി പുറത്തു വരും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കോടതി വിധിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്തയാള് വിജയിച്ചു വന്നു എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് ഈ വിധിയിലൂടെ. അപ്പോൾ തിരുവനന്തപുരത്തെ ജനങ്ങളോട് അദ്ദേഹം മന്ത്രിയായിരുന്നയാളാണ്, അതുപോലെ തന്നെ ഇവിടെ MLA ആയിരുന്നയാളാണ്. തിരുവനന്തപുരത്ത് ജനങ്ങളോട് തിരഞ്ഞെടുത്ത ജനങ്ങളോട് അദ്ദേഹം മാപ്പ് പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള കുറ്റം ചെയ്തു. അത് കോടതി ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ട് അവസാനം സത്യം പുറത്തു വന്നു എന്നുള്ളതാണ്. ആ പുറത്തു വന്നതും ഈ കേസിന്റെ ഒരു പശ്ചാത്തലത്തിലാണ്. അത്ര സംശയങ്ങൾ ആ ഘട്ടത്തിലേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് ഈ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നിട്ടും അദ്ദേഹത്തെ മന്ത്രിയാക്കിയിട്ട് ജനരോഷക്കാരൻ മന്ത്രിയാക്കി. അപ്പൊ അത് ഈ ഗവൺമെന്റിന്റെ ഒരു നിലപാടും സമീപനവുമാണ്. ഇപ്പൊ നമുക്കറിയാം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അത് കുറ്റക്കാരായെന്ന് പോലീസ് കണ്ടെത്തി അന്വേഷണ SIT കണ്ടെത്തി ഇവിടെ ജയിലിലായിട്ടും അവരെ അവർക്കെതിരെ ഒരു നടപടിയെടുക്കുന്നതിലേക്ക് വേണ്ടി പോലും സർക്കാർ തയ്യാറാകുന്നില്ല. അത് ഈ ഗവൺമെന്റിന്റെ ഒരു സമീപനമാണ് ഇവിടെ പുറത്തു വന്നിരിക്കുന്നത്. എന്തായിരുന്നാലും ഇത് വളരെ ദീർഘകാലം 10-30 വർഷത്തോളമാകുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ട്. വളരെയധികം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ കേസ് നീട്ടിക്കൊണ്ടു പോകുന്നതിലേക്ക് വേണ്ടിയുള്ള സാഹചര്യമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് എന്തായിരുന്നാലും ശരി, നന്ദി ശ്രീ VS ശിവകുമാർ.